ഒരു സാധാരണ മനുഷ്യനെ അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാക്കിയ ദൈവം, നമ്മയൊക്കെ ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ ആയിത്തീരണം. ദൈവത്തിന്റെ മക്കളെ, പ്രാർത്ഥനയോടുകൂടി മുന്നേറുവാൻ തക്കവണ്ണം ഈ രാത്രിയിൽ കടന്നു വന്ന ദൈവജനത്തിന് സാധിക്കട്ടെ. ഇന്ന് അനുസരണം കെട്ട മക്കള്, നമ്മള് യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നു, കാളയന്റെ ഉടയവനെയും കഴുതന്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, ഇവരെല്ലാം യഹോവയെ ഉപേക്ഷിച്ച് മാറിയിരിക്കുന്നു. അനുസരണം കെട്ടതായ ഒരു തലമുറയെ പറ്റി പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്നത്തെ തലമുറയോ അനുസരണം കെട്ടതായിട്ടുള്ള മക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ 5, 8, 10 മക്കളുണ്ടായിരുന്നു. ഏമോനും ബീമോനും സീമോനും നെൽസനും വത്സനും വിൽസനും എല്ലാം മക്കളാണ്. 5, 8, 10 മക്കള്. ഇന്ന് 2 മക്കളെ ഉള്ളൂ, ഏമോനും ബീമോളും 2 പേരേ ഉള്ളൂ. ഇന്ന് പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങളാണ്. അനുസരണം കെട്ട തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരിടത്ത് എന്ന് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിന് 7ാമത്തെ വയസ്സില് അവന്റെ ബർത്ത്ഡേക്ക് വിളിച്ചതാ എന്നെ പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ആ കൊച്ചു ഓടി വന്ന് പറഞ്ഞു, എനിക്ക് പപ്പ മൊബൈലാ വാങ്ങിച്ചു തന്നത്. 7ാമത്തെ ബർത്ത്ഡേക്ക് നല്ലൊരു ഷർട്ടും നല്ലൊരു നിക്കറും വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരുന്നതായ കാലഘട്ടം അങ്ങ് മാറി. ഇന്നത്തെ കാലഘട്ടത്തിൽ കൊച്ചിന് കൊടുത്തത് ബർത്ത്ഡേക്ക് മൊബൈൽ ഫോണാണ്. 7000 രൂപയുടെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു. 7ാമത്തെ വർഷം ഇന്ന് മൊബൈൽ ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അനുസരണക്കേട് പലപ്പോഴും അത് ആപത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. എന്നാൽ അനുസരണം അത് അനുഗ്രഹത്തിന്റെ വഴിയിലേക്ക് നമ്മെ നടത്തുവാൻ കൊണ്ടിടയായി തീരട്ടെ. യോനായോട് യഹോവയായ ദൈവം പറഞ്ഞ കാര്യം നമുക്കറിയാം. നിനവയിലേക്ക് പോകണം, നശിച്ചുകൊണ്ടിരിക്കുന്ന ജനതയെ തിരിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനവയിലേക്ക് യോനായെ പറഞ്ഞു വിട്ടതാണ്. പക്ഷേ യോന കയറിയ കപ്പല് അനുസരണക്കേട് നിമിത്തം തർസീസ് കപ്പലാണ്. തർസീസ് കപ്പലിൽ കയറിയത് നിമിത്തം കപ്പലാടാൻ തുടങ്ങി. പക്ഷേ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങാൻ ഭാവിക്കുന്നതായ യോനായെ നമുക്ക് കാണുവാൻ സാധിക്കും. അനുസരണം കെട്ടവൻ കേറിയതായ കപ്പലാണ് ആടാൻ തുടങ്ങിയത്. യോന എന്തായിരിക്കും പാടിയത്? യോനാ നിമിത്തം കപ്പലിന് ആട്ടം സംഭവിച്ചപ്പോൾ ഒന്നും അറിയാതെ യോന ഉറക്കത്തിലേക്ക് ഭാവിക്കുകയാണ്. യോന പാടിയത് ഇതായിരിക്കാം, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട എന്നുള്ളതായിരിക്കാം. ആര് നിമിത്തമാണ് ഈ ഓളങ്ങൾ? അനുസരണം കെട്ടവൻ ഈ കപ്പലിൽ കയറിയപ്പോഴാണ് കപ്പൽ ആടാൻ തുടങ്ങിയത്. പക്ഷേ അനുസരണം കെട്ടവൻ മനസ്സിലാകുന്നില്ല, ഞാൻ നിമിത്തമാണ് ഇവിടെ ഈ ഓളമടിച്ചത്, കപ്പൽ ആടുന്നത്. സർവമത പ്രാർത്ഥന അന്നാണ് ആരംഭിച്ചത്. ദൈവത്തെ അവർ വിളിക്കാൻ തുടങ്ങി. പക്ഷേ ജീവനുള്ള ദൈവത്തെ വിളിച്ചവനെവിടെ? അവൻ ഉറക്കമാണ്. ഇന്ന് അനേകർ ഉറക്കമാണ്, ഉറക്കം നടിക്കുന്നവരാണ്. അനുസരണം കെട്ടതായിട്ടുള്ള ഒരു വലിയ തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അനുസരിച്ച് നീങ്ങിയതായിരുന്നെങ്കിൽ അനുഗ്രഹമായിരുന്നു. യോനായെ സംബന്ധിച്ചിടത്തോളം അനുസരണം കെട്ടവനെ എന്ത് ചെയ്തു? യോന തന്നെ പറഞ്ഞു, എന്നെ എടുത്ത് വെള്ളത്തിലേക്ക് എടുത്തിട്ടു. ഇതാ ഒരു മത്സ്യത്തിന്റെ വായ അത് തുറന്നു, അത് അകത്തേക്ക്. മത്സ്യത്തിനും ഈ മനുഷ്യനെ വഹിക്കാനായിട്ട് സാധിച്ചില്ല, കരയ്ക്ക് കൊണ്ട് തുപ്പി. എന്നാൽ യഹോവയായ ദൈവം പറഞ്ഞ ഇടങ്ങളിലേക്ക് യാത്ര തിരിച്ചു, നിനവയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ദൈവം കൊടുത്തതായ ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിക്കുവാൻ തക്കവണ്ണം യോന തയ്യാറായി. എത്രയോ അനുഗ്രഹങ്ങൾ ആ ദൈവത്തിന്റെ മക്കളെ. ദൈവം പറയുന്നിടത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ദൈവം പറയുന്നത് നമ്മൾ അനുസരിക്കുവാൻ, ദൈവകൽപ്പനകളെ അനുസരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുവെങ്കിൽ എത്രയോ അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. ശൗലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ദൈവം തെരഞ്ഞെടുത്തതായിട്ടുള്ള ശൗല്, അഭിഷേകം പ്രാപിച്ചവനാണ് ശൗല്. അവൻ പട്ടുപോയത് എങ്ങനെയെന്ന് നമ്മൾ പുസ്തകത്തിൽ കൂടെ വായിക്കുന്നുണ്ട്. ദൈവജനത്തിന് വലിയ പ്രതീക്ഷ ശൗലിനെ കുറിച്ചുണ്ടായിരുന്നു. പക്ഷേ അഭിഷക്തനാണ്, അഭിഷക്തനെതിരെ തിരിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവനെ അഭിഷേകം ചെയ്ത് ചെങ്കോൽ കൊടുത്തു. ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തു. നമുക്ക് വേണ്ടി ദൈവം ചെയ്യേണ്ടതെല്ലാം തക്ക സമയങ്ങളിലെല്ലാം ദൈവം ചെയ്യും. പലപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് പലതും മുടങ്ങിക്കിടക്കുകയാണ്. ശൗലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ആ മനുഷ്യന് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ദൈവം ചെയ്തു എന്ന് നമ്മൾ പുസ്തകത്തിൽ കൂടെ വായിക്കുന്നുണ്ട്. പക്ഷേ ശമൂവേൽ പറഞ്ഞു, ഞാൻ വന്നിട്ട് യാഗം നടത്താം. പക്ഷേ അതിനു മുൻപേ അനുസരണക്കേട് കാണിച്ച് ശൗലി യാഗം നടത്തി. എന്താണ് ശൗലിന് സംഭവിച്ചത്? ദൈവത്തിന്റെ മക്കളെ, ഭാവപ്രകടനം കാണിച്ചതായിട്ടുള്ള ശൗല്, നിന്റെ ദൈവമായ യഹോവയ്ക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു. എന്നാൽ കാളയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോൾ, ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ, ഇതെന്ത്
അത് യഹോവയായ ദൈവത്തിന് വേണ്ടി ചെയ്യാനുള്ളത് ചെയ്തു എന്ന് ശൗല് പറയുന്നു. പക്ഷേ ശൗലിന്റെ അറപ്പതനം നമുക്കറിയാം. ശൗല് പട്ടുപോയതെങ്ങനെ? ദൈവത്തിന് സ്തോത്രം. അനുസരണക്കേട് പലപ്പോഴും ആപത്തിൽ കൊണ്ടെത്തിക്കുമെന്നുള്ളത് മറന്നു പോകരുത്. എന്നാൽ യോശുവയെ സംബന്ധിച്ചിടത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ സാധാരണ മനുഷ്യനെ ദൈവം എടുത്ത് ഉപയോഗിച്ചു, കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു എന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഒന്ന്, ധീരതയോടുകൂടിയുള്ള കാൽവെപ്പ് യോശുവയുടെ. 2, വിനയമനോഭാവം അവനെ ഉന്നതനാക്കി തീർത്തു. 3, അനുസരണമുള്ളവനായി തീർന്നു. യെശയ്യാ പ്രവചനം വീണ്ടും നമ്മളൊരു ഭാഗം വായിക്കുന്ന സമയത്ത് 24-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 15-ാമത്തെ വാക്യം നമ്മളിവിടെ വായിക്കുന്ന സമയത്ത് യോശുവ ഒരു തീരുമാനമെടുക്കുകയാണ്. ഇസ്രായേൽ ജനത മരുഭൂമിയിൽ കൂടെ കടന്നു വരുന്ന സമയത്ത് പലപ്പോഴും കാല വഴുതി അവർ യാത്ര ചെയ്തു. ദൈവത്തിൽ നിന്ന് നന്മകൾ അനുഭവിച്ചതായിട്ടുള്ള ഇസ്രായേൽ ജനതയാണ് ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവർ ദൈവത്തിൽ നിന്ന് അകലുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്ന് അവർ യാത്ര ചെയ്തു. അങ്ങനെ യാത്ര ചെയ്തപ്പോൾ യോശുവയുടെ തീരുമാനം എന്താണെന്നറിയാമോ? ദൈവജനത്തെ നയിച്ചുകൊണ്ടുപോയതായിട്ടുള്ള യോശുവ ഒരു തീരുമാനമെടുത്തു. ആരെല്ലാം ഏതെല്ലാം രീതിയിലൊക്കെ തിരിഞ്ഞുപോയാലും, ഇസ്രായേൽ ജനത ദൈവത്തിൽ നിന്ന് അകന്നുപോയാലും, ദൈവത്തിന്റെ മക്കളെ, യോശുവയെ സംബന്ധിച്ചിടത്തോളം യോശുവ ഒരു തീരുമാനമെടുത്തു. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇതുപോലെയുള്ള തീരുമാനം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുമോ? ദൈവജനത്തിന് മുൻപായിരിക്കുന്ന നമുക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുമോ? ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചോട്ട്, ആരെല്ലാം അനുസരണം കെട്ടവരായി ദൈവത്തിൽ നിന്ന് അകന്നു ജീവിച്ചോട്ടെ, പക്ഷേ നമ്മെ ദൈവം വിളിച്ചു വേർതിരിച്ചു മഹത്തരമായ ശുശ്രൂഷ ദൈവം നമ്മളെ ഏൽപ്പിച്ചതാണ്. അത് കൃത്യനിഷ്ഠമായി നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി ആ നിത്യതയുടെ അവകാശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും എന്നുള്ളത് മറക്കരുത്. യോശുവ തീരുമാനമെടുത്തു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ചെങ്കടൽ കടക്കാൻ നേരത്ത് നമുക്കറിയാം, പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ യാത്ര ചെയ്ത സ്തോത്രം, ഹല്ലേലൂയ, ഇസ്രായേൽ ജനം ഈ ചെങ്കടൽ കടക്കുവാൻ തക്കവണ്ണം ദൈവജനത്തെ ദൈവം ഒരുക്കി. അമാലേക്കരുമായിട്ടുള്ള യുദ്ധം വന്നു. ആ യുദ്ധത്തിൽ ദൈവത്തിന്റെ ജനത്തിന് ജയം കൊടുത്തു. വയർ വിശന്നു കഴിഞ്ഞപ്പോൾ ഉയരത്തിൽ നിന്ന് മന്ന കൊടുത്തു, കാടപ്പക്ഷിയെ കൊടുത്തു. വെള്ളത്തിന് വേണ്ടി ഭാരപ്പെട്ടപ്പോൾ നമുക്കറിയാം, പാറയടിച്ചവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൊടുത്തു. പക്ഷേ അവർ ദൈവത്തിൽ നിന്ന് അകന്നു. യോശുവ പറയുന്നു, ആരെല്ലാം ഏതെല്ലാം വിധത്തില് ദൈവത്തിൽ നിന്ന് അകന്നാലും ഞാനൊരു തീരുമാനമെടുക്കുകയാണ്, ഞങ്ങൾ കുടുംബമായി ദൈവത്തെ സേവിക്കും. ഞാനും എന്റെ കുടുംബവുമോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബമായി വ്യക്തികളായി വലിയവനായി ദൈവത്തോടുകൂടി ചേർന്നുള്ള ജീവിതം ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. അല്ല എങ്കിൽ മരുഭൂമിയിൽ ദൈവം തന്നതായ ഈ ഒരു ചെറിയ ആയുസ് നഷ്ടപ്പെട്ടതായ ജീവിതമായി തീരും. നമുക്ക് കുടുംബമായി തീരുമാനമെടുക്കുവാനായി സാധിക്കുമോ? കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും അനുകൂലവനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുദിനം അനുഭവിച്ചുകൊണ്ട് മരുഭൂമി യാത്രയില് ഇന്ന് രാത്രിയിലെ ദൈവവചനം കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സമർപ്പണത്തോടെ തീരുമാനമെടുത്തുകൊണ്ട് പോകാം. തീരുമാനമാണ് നമ്മെ ഉന്നതിയിലെത്തിക്കുന്നത്. യോശുവയുടെ ധീരത, യോശുവയുടെ വിനയമനോഭാവം, അതന്നെയല്ല യോശുവയുടെ അനുസരണം. യോശുവയുടെ തീരുമാനമെടുത്തതെന്ത്? ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. കുടുംബമായി ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവജനത്തിന്റെ മുൻപാകെ ഇരുന്നുകൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാം. കണ്ണുകളടയ്ക്കാം. എല്ലാവരും കണ്ണുകളടച്ചാട്ടെ. കർത്താവേ, ഒരു സാധാരണ മനുഷ്യനെ അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാക്കിയ ദൈവം, ഹല്ലേലൂയ. നാമൊക്കെ സാധാരണ മനുഷ്യരാണ്. നമ്മിൽ കൂടെ ദൈവം വൻകാര്യങ്ങളെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. നമ്മുടെ സമർപ്പണം, നമ്മുടെ അനുസരണ മനോഭാവം, ധീരതയോടുകൂടിയുള്ളതായ നമ്മുടെ കാൽവെപ്പ്, നമ്മുടെ വിനയമനോഭാവം, നാം എടുക്കുന്നതായ തീരുമാനം നമ്മെ ഉന്നതിയിലെത്തിക്കുവാൻ ഇന്ന് രാത്രിയിൽ ഇടയായി തീരട്ടെ. വായിച്ച വേദഭാഗം മറക്കരുത്. ഒരു സാധാരണ മനുഷ്യനെ അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാക്കിയ ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. ഇതാ നമ്മൾ പുസ്തകത്തില് വായിച്ച വേദവാക്യം നമ്മൾ മറക്കരുത്. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് അനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും വഴി നടത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ.